ഒരാൾക്ക് 50 ലക്ഷം അണ്ണാ 5 മണിക്കൂർ കീടി ഗ്രൈൻഡ് ചെയ്തിട്ട് எதுக்கு டிடிஎம்க்கு வெளியில வந்த உள்ளக்கா இருக்கணும் 24 hours சிட்டி கேற டிடிஎம் போவா அப்படி இരിക്കുക ആളാണെങ്കിലാ പ്രശ്നം തോന്നും അവിടെ മറ്റേ സിറ്റിസൺ എല്ലാവരും ഉണ്ട് പക്ഷെ പുറത്തിരുന്നതാ ഇവിടെ ആളുകളെ പണ്ടിട്ടു ഇവന്മാരെ എപ്പോ ചെന്നാലും ടിഡിഎമ്മിന്റെ ഫ്രണ്ടിലുണ്ട് ടിഡിഎം നമ്മള് രാത്രി 3 മണിക്ക് ചെന്നാലും അതിന്റെ ഫ്രണ്ടില്ല 4 ഗ്യാങ് ഉണ്ടല്ലോ മങ്കീസ് ആണോ കളിച്ചിട്ട് ഒരു ഫ്രാഗ് പോലും എടുക്കാൻ പറ്റിയില്ല ഫ്ലോലെസ് അടിച്ചിട്ട് ഞാൻ വേറെ കാര്യം പറയാം മറ്റേ കൊരങ്ങന്റെ ബുദ്ധിയുള്ളവന്മാരാ മറ്റേ സിറ്റിസൺ ഡ്രസ് ഒക്കെ ഇട്ട് വന്നു കളയും ഇവിടെ ബാക്കപ്പിനൊക്കെ സാർ നമ്മള് പറയേണ്ട അടുത്താലെ പൊക്കല്ലേ സാറേ ചന്ദ്രന്റെ ഏതോ അക്കൗണ്ട് കേട്ടാ കൈപ്പൊക്കട പൊളുത്തി ഇനി കുറച്ച് അവന്റെ സാധനമൊക്കെ അങ്ങോട്ട് നിന്റെ പേരെന്താ നിന്റെ പേരെന്ന് പറഞ്ഞേ ഷാഡോ ഓ ഷാഡോ ഇവിടെ എന്താ നിനക്ക് വഴി കാണുന്നവരെല്ലാം നീ അങ്ങ് പിടിച്ചു പറിക്കോ നീ ആരുടെ ഗുണ്ട എവിടുത്തെ അടിച്ചിന്റെ മോന്തേ പറിക്കും കേട്ടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വഴി കാണുന്നവരെല്ലാം കൈയിട്ട് പറിക്കാതിരിക്കുന്നത് വേണമെങ്കിൽ പോയി പണിയെടുത്ത് ജീവിക്കടാ റോബിയെ നടക്കണം അവനൊക്കെ വഴി കാണുന്നവരെ പന്ന കടയാടി അവന്റെ റോബിങ് അടിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയില്ല ഞാനാ പേടിച്ചു വരുന്ന പാട്ട് വില്ലുമ വന്നോടാ ഡ്രഷപ്പ് വന്നേ കള്ളന്മാരെല്ലാരും ഇവിടെ ഉണ്ടല്ലോ നിനക്കെന്തോ ചോദിക്കണമെന്ന് അറിയില്ല ഒന്ന് ചോദിച്ചു ഞാൻ അടുത്ത് ഇത് കള്ളന്മാരാണ് ഇത് ഷാഡോ ആണ് എടാ ഇതിന്റെ കരടി ഉണ്ടായിരുന്നല്ലോ കരടി ഉണ്ടോ കരടി ഉണ്ടോ കരടി താഴെ കിടക്കണം ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എടാ വീണ്ടും അടിക്കല്ലേ ഗ്യാങ് സസ്പെൻഷൻ അല്ല മറ്റേ കൂൾ ഡൗൺ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ എടാ എവിടെ പോണേ നിനക്കെന്താ ഫിയർ ഇല്ലേ അല്ല പിന്നെ നിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ അവിടെ കൈപൊക്കി നിർത്തിയേക്കുന്ന കാണുമ്പോൾ നീ ഇറങ്ങി ഓടും എവിടെ നിന്നോ രണ്ടുപേരും ഉള്ളായിരുന്നോടാ ഒരുത്തനുണ്ടല്ലോ ഒരുത്തനോട് കൂൾ ഡൗൺ തീർന്നു ബ്രോ അല്ലല്ലോ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഇടുന്നേ ഇങ്ങനെ പറഞ്ഞു തരും നീ നൈസായിട്ട് എന്നിട്ട് ഞങ്ങൾ അടിക്കുമ്പോ അയ്യോ അവന് ബാൻ കിട്ടി സുഖ എന്റെ കമന്റ് കണ്ടിട്ടാണ് ബാൻ അടിച്ചത് ഞാനാണോ എന്റെ പേര് സിപ്പിളു ബ്രോ സിറ്റുവേഷൻ ആണ് ബ്രോ വേറെ ഡ്രസ് മാറണേ പ്ലീസ് കുറച്ച് അഭിനയിക്കണ്ടടാ മോനെ കൈ വെക്ക് നീ വെറുതെ ചുമ്മാ ഇരുന്ന് പുഴുക്കാതെ മിണ്ടടാ பயம் இருக்கா இல்லையா பென் பாயிண்ட்ல இருக்கா நான் என்ன மாதிரி இல்ல நான் எங்கடா கை தூக்கினேன் அப்ப நான் கை தூக்கினது நீ பாத்தியா இல்ல அப்புறம் பின்ன நீ தானடா சொல்ற ஏண்டா புளுத்தி வாய்ஸ்லாம் இங்க ரைஸ் பண்ண கூடாது என்னவோ வாய்ஸ்லாம் இங்க ரைஸ் பண்ற கூடாதுடா புளுத்தி தம்பி யார்ட்ட பேசுறேன்னு தெரிஞ்சிட்டு பேசு ஏய் பிங்க் மண்டா கைய தூக்குடா டேய் എടി ഇവനെ വിടടാ ചേർത്ത് നിർത്തിക്കോ ദേ ഇവിടെ വിട്ടേക്കടാ ഇല്ല ഭയങ്കര കോണ ഇവിടെ അല്ലല്ല വെടിവെക്ക അല്ല ഇവന്മാർക്കറിഞ്ഞൂടെ കൂൾ ഡൗൺ ആണെന്ന് ഇവന്മാർക്ക് അവരല്ലേ ഫെയർ ചെയ്തേ അതെ നമുക്ക് ഇതെല്ലാം വലിച്ചു വെച്ച് ഫോൺ അടിക്കുമ്പോ നോക്കി കേട്ടാ ഇനി അടിച്ച് കൊല്ലണ്ട
കൊന്നു ഇവിടെ അടുത്തനെ കൊന്നു ഇവിടെ. അവൻ എടുത്ത് വായില വെച്ചിട്ടുണ്ടാ ഇതാരാ കൈ വെക്കിക്കണേ? ഇനി നമുക്കൊന്നും അറിയത്തില്ല. സിറ്റിയില് ഭയങ്കര പിടിച്ചുപറിയാണെന്ന് പറഞ്ഞല്ലോ ബ്രോ. നിങ്ങൾ കുറച്ചുപേര് നിങ്ങളുടെ ആൾക്കാർ ഭയങ്കര പിടിച്ചുപറിയെന്ന് എല്ലാരെയും പോയി പിടിച്ചുപറിച്ച് പണിയെടുത്ത് ജീവിക്കാൻ അറിഞ്ഞൂടെ? ബ്രോ പിടിച്ചറിയാൻ വേണ്ടി ഒന്നല്ല ബ്രോ, റോബറി ട്രിഗർ ചെയ്തിട്ട് ഹോസ്റ്റ് അടിക്കാൻ വേണ്ടി ഒന്നാണ്. നിങ്ങളന്ന് അറിഞ്ഞിട്ടല്ല അല്ല അതാ പറഞ്ഞത്, വണ്ടിയെ കണ്ടു. അതാ പറഞ്ഞത് പിടിച്ചുപറിച്ച് പണിയെടുത്ത് ജീവിച്ചൂടെ? അല്ല ബ്രോ, റോബറി ഹോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. നല്ല കുടുംബത്തിൽ പറഞ്ഞതല്ലേ, പണിയെടുത്ത് ജീവിച്ചൂടെ? അല്ല ബ്രോ, ഇപ്പൊ റോബർ അടിക്കുന്ന ഒരു ഹോസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പൊ നമുക്ക് റോബറിയും പിടിച്ചുപറിയെന്ന് പറഞ്ഞാൽ അത് ഒന്ന് അറിഞ്ഞൂടേത്, പണിയെടുത്ത് ജീവിച്ചൂടെ എന്നാ ചോദിച്ചത്. മറ്റേ പണിയെടുത്ത് ജീവിക്കണമെന്നില്ലല്ലോ ബ്രോ. അയ്യോ അതെന്താ അങ്ങനെ പണിയെടുത്ത് ചെയ്യുന്നത്? ഇപ്പൊ നിനക്ക് മോണ നിർത്തി 2 കിട്ടിയത് ഈ പണിയെടുത്ത് ജീവിക്കാത്തതിന്റെയാ. നല്ല കിട്ടും ഇതുപോലെ ആമ്പിള്ളാരെടുത്ത് പിടിച്ചു പറിക്കാൻ ചെന്നാ ഇങ്ങനെ കിട്ടും. അതാ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിനക്ക് പിടിച്ചു പറിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തല്ല് കിട്ടി ഇങ്ങനെ കയ്യും പൊക്കി നിൽക്കേണ്ടി വരും പിള്ളേരടുത്ത് പിടിച്ചു പറിക്കാൻ ചെല്ലുമ്പോ. അതാ പ്രശ്നം. പണിയെടുത്ത് ജീവിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞതിന്റെ. അതായത് അതാ പറഞ്ഞ പണിയെടുത്താ പോരായിരുന്നു. ഓക്കെ എന്തൊരു ഓക്കെ ബ്രോ. ആ പാട്ട് പാടിയ ആ പാട്ട് പാടിയവൻ എന്തോ സംബന്ധം ജയിച്ചെന്നുള്ള രീതിയിലായിരുന്നു ആ പാട്ട് പാടിയെ. അങ്ങ് അടിച്ചുറക്കുന്നുള്ള രീതിയിലായിരുന്നു. ഒന്നൂരൊന്ന് പഠിക്കുന്നത് ബ്രോ ആരെ പാട്ട് കൂടി നടത്തുള്ളൂ എനിക്കറിയാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഞങ്ങൾക്ക് ദില്ലി അങ്ങോട്ട് പാട്ട് പാടിയാണ്. ദില്ലി ഒരു പാട്ടൊക്കെ പാടി. ഒരു പടം വെച്ച് വിടാന് അപ്പൊ ഓർമ്മ വരുവാന്. എടാ അതായത് അവൻ വെടിവെച്ചിട്ട് അവനൊക്കെ പാട്ട് പാടി കളി ജയിച്ചു എന്നുള്ള രീതിയിൽ മനസ്സിലായി. പാട്ട് പാടറതില്ലേ നീ പാട്ട്? നീ അന്നേരം പാടിയ പാട്ട് പാടിയത്. നീ അന്നേരം പാടിയ പാട്ട് അന്നേരം ഞാനല്ല പാടിയത്. നീ എന്നാലും പാടിയിട്ട് പോയത്.